സംസ്ഥാനത്ത് ഇന്നു മുതൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പണിമുടക്കിലേക്ക് പോവുകയാണ്. ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. BMS, CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം അത് മന്ത്രി ഏകപക്ഷീയമായി ഗതാഗത മന്ത്രി ഇറക്കിയ സർക്കുലർ ആണ് എന്ന് പറഞ്ഞിട്ടാണല്ലേ ഈ സംയുക്ത സംഘടനകളുടെ സമരാഹ്വാനം. എന്തെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അതിനുള്ള നടപടികളെല്ലാം നിശ്ചലമാക്കുന്നത് എന്നുള്ളതാണ് ഈ സംഘടനകൾ പറയുന്നത്? ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമായും പരിഷ്കരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയതിനെതിരെ തുടക്കം മുതൽ തന്നെ വ്യാപകമായി വിമർശനം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നു മുതലാണ് ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനെതിരെയാണെന്ന് ഈ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. CITU, BMS ഉൾപ്പെടെ സംയുക്ത സംഘടനകളാണ് ഈ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ട് പോകും, അതിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് മന്ത്രി KV ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള മാറ്റങ്ങൾ, റോഡ് ടെസ്റ്റിന് ശേഷം H ടെസ്റ്റ് നടത്തുക, അതോടൊപ്പം തന്നെ ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക, പാർക്കിംഗ്, വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ്. വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, അതോടൊപ്പം തന്നെ പ്രതിദിനം ലൈസൻസുകളുടെ എണ്ണത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട്. പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത 40 പേർക്കും തോറ്റവർക്കുമുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ 20 പേർക്കുമായി 60 പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം. ഇത്തരത്തിൽ പരിഷ്കരിച്ച ഈ നിർദ്ദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി വിമർശനം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംയുക്തമായി പണിമുടക്കുന്നത്.